നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് US. എന്നാൽ ഇന്ന് US താമസിക്കുന്ന പലരും ആശങ്കയുടെ നിഴലിൽ തന്നെയാണ് ജീവിക്കുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത കുടിയേറ്റ വിരുദ്ധ നടപടികൾ തന്നെയാണ് ഇതിനൊരു കാരണമായി ആളുകൾ പറയുന്നത്. ട്രംപിന്റെ കുടിയേറ്റ നടപടികൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും അവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന കുടിയേറ്റക്കാരുടെ ജീവിതത്തെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? തടവും നാടുകടത്തലും US കുടിയേറ്റക്കാരുടെ ഇടയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. US കർശനമായ ഇമിഗ്രേഷൻ റെയ്ഡുകളും പരിശോധനകളും കുടിയേറ്റ സമൂഹങ്ങളിൽ കടുത്ത മാനസികാരോഗ്യ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ NPR റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കടുത്ത വിഷാദം, ആത്മഹത്യാ ചിന്തകൾ, കുട്ടികളിലെ മാനസിക ആഘാതങ്ങൾ എന്നിവ ഈ സമൂഹത്തെ വേട്ടയാടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? എന്താണ് പുതിയ റിപ്പോർട്ട് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ലോസ് ഏഞ്ചൽസിലെ സഖാലോ എന്ന പ്രൈമറി ഹെൽത്ത് ക്ലിനിക്കിന്റെ റിപ്പോർട്ടാണ് NPR പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ക്ലിനിക്കിൽ എത്തുന്ന എല്ലാ രോഗികളെയും കൃത്യമായി മാനസികാരോഗ്യ പരിശോധനയ്ക്ക് വിധേയരാക്കാറുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി, അതായത് ട്രംപ് ഭരണകൂടം തങ്ങളുടെ രണ്ടാമത്തെ ടേമിൽ ഇമിഗ്രേഷൻ വേട്ട ശക്തമാക്കിയതോടെ ഇവിടെ എത്തുന്ന കുടിയേറ്റക്കാരായ രോഗികളിൽ ഉത്കണ്ഠ, കടുത്ത വിഷാദം, ആത്മഹത്യാ ചിന്തകൾ എന്നിവ ക്രമാതീതമായി ഉയർന്നതായി ഡോക്ടർമാർ പറയുന്നു. ക്ലിനിക്കിലെ ആരോഗ്യ പ്രവർത്തകനായ ഡോക്ടർ പേജസ് പറയുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. അവർ പരിശോധിച്ച പകുതിയിലധികം രോഗികളിലും അവരുടെ ദൈനംദിന ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കടുത്ത ഉത്കണ്ഠയാണ് കാണിക്കുന്നത്. 3/4 ആളുകൾ കടുത്ത വിഷാദ രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. ഇതിലും ഭയാനകമായ കാര്യം എന്തെന്നാൽ പരിശോധിക്കപ്പെട്ടവരിൽ 8-ൽ ഒരാൾ വീതം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് എന്നാണ് ക്ലിനിക്കിന്റെ കണ്ടെത്തൽ. ഇതിന് പിന്നിലെ പ്രധാന കാരണമായി ഡോക്ടർമാർ പറയുന്നത് അതിശക്തമായ നിസ്സഹായ അവസ്ഥ തന്നെയാണെന്നാണ്. ക്ലിനിക്കിൽ വരുന്നവർ പറയുന്നത് എത്രയൊക്കെ ജാഗ്രത പാലിച്ചാലും, തങ്ങളുടെ ദിനചര്യകൾ മാറ്റിയാലും, വീടിന് പുറത്തിറങ്ങാതെ ഇരുന്നാലും തങ്ങളെയും തങ്ങളുടെ കുടുംബത്തെയും ഈ കുടിയേറ്റ വേട്ടയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയില്ലെന്ന ഭയമാണ് മാനസികമായി തളർത്തുന്നത് എന്നാണ്. കാലിഫോർണിയയിലെ കിങ് സിറ്റിയിൽ താമസിക്കുന്ന എക്സ്പെരേസ എന്ന 29 വയസ്സുള്ള സ്ത്രീയുടെ അനുഭവം ഇതിന് ഉദാഹരണമാണെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. 2023 2 മക്കളുമായി US ഇവർ ഇന്ന് ജീവിക്കുന്നത് കടുത്ത ഭീതിയിലാണ്. തങ്ങളുടെ നാട്ടിലെ പഴയ ആഘാതങ്ങളിൽ നിന്നും ഇവർ ഇനിയും മുക്തരായിട്ടില്ല. അതിനിടയിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ മാനസിക പീഡനം. ഈ പ്രതിസന്ധി മുതിർന്നവരിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ട്രംപിന്റെ കുടിയേറ്റ നടപടികൾ മുതിർന്നവരെ പോലെ കുഞ്ഞുങ്ങളിലും ഇത് ബാധിച്ചിട്ടുണ്ട്. US പീഡിയാട്രിക് സൈക്കോളജിസ്റ്റായ അരിയാന ഹൊസെറ്റ് വ്യക്തമാക്കുന്നത് പുതിയ സംസ്കാരത്തോടും ഭാഷയോടും പൊരുത്തപ്പെടാൻ ശ്രമിക്കുന്ന ലാറ്റിനോ കുട്ടികളിൽ ഇത്തരം റെയ്ഡുകൾ കടുത്ത മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നതെന്ന്. മാതാപിതാക്കളുടെ നാടുകടത്തൽ കാണേണ്ടി വരുന്ന കുട്ടികളിൽ PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യത ഇരട്ടിയാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിൻ നടത്തിയ പഠനപ്രകാരം ഈ കുടിയേറ്റ വിരുദ്ധ നടപടികൾ കുട്ടികളിൽ ടോക്സിക് സ്ട്രെസ് അഥവാ അത്യന്തം അപകടകരമായ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ദോഷകരമായി ബാധിക്കും. കുട്ടികൾ കൂടുതൽ ഉൾവലിയുകയോ സ്കൂളിൽ പോകാൻ മടിക്കുകയോ എപ്പോഴും മാതാപിതാക്കളുടെ അരികിൽ നിൽക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു. കുട്ടികളിൽ വിട്ടുമാറാത്ത വയറുവേദന, തലവേദന, ഉറക്കക്കുറവ്, വിശപ്പില്ലായ്മ എന്നിവയും പ്രകടമാകുന്നുണ്ട് എന്ന് അധ്യാപകരും സാമൂഹിക പ്രവർത്തകരും പറയുന്നു. ഒരു രാജ്യത്തിന്റെ സുരക്ഷയും നിയമങ്ങളും നടപ്പിലാക്കാൻ ഭരണകൂടങ്ങൾക്ക് അവകാശമുണ്ട് എന്ന വാദം നിൽക്കുമ്പോൾ തന്നെ മാനുഷിക പരിഗണനകൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഇത്തരം നടപടികൾ എത്ര വലിയ ദുരന്തമാണ് സമ്മാനിക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. US ഭരണകൂടത്തിന്റെ ഈ കടുത്ത നടപടികൾ രാജ്യത്തിന്റെ നട്ടെല്ലായി വളർന്നു വരേണ്ടുന്ന നിരവധി കുഞ്ഞുങ്ങളുടെ ഭാവി ഇരുട്ടിലാക്കുന്നുണ്ട്.